ബഹുമാനങ്ങളാണ്. ആ ബഹുമാനങ്ങൾ എത്ര എണ്ണി പറഞ്ഞാലും അവരെ മനസ്സ്, അവരെ ശരീരം അതുകൊണ്ട് വലുതാകുന്ന ഒരു സംഭവമില്ല. അത് നിസ്സാരമായ ഒരു തള്ളിക്കളയും. എന്നിൽ നിന്ന് അങ്ങനെ ഉണ്ടായോ എന്നൊക്കെ അവർ ചോദിക്കും. കാരണം അവരെ നോട്ടം അതിലേക്കല്ല, അവരെ നോട്ടം അവരെ കൽബിലേക്കും ആ കൽബിന് തെളിമയാർന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധ്വാനങ്ങളിലേക്കുമാണ് നോട്ടം. അപ്പൊ പുറത്ത് അവരുടെ അമലുകളെല്ലാം സ്വീകരിച്ചിട്ട് ധാരാളം ബഹുമാനങ്ങൾ കണ്ട് ജനങ്ങളത് പറയുമ്പോ അങ്ങനെ സംഭവിച്ചോ, ഞാൻ അറിഞ്ഞില്ല, ഞാനത് പരിഗണിച്ചിട്ടില്ല, ഞാനത് ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടാകണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അമലിന് സ്വീകാര്യതയ്ക്ക് വേണ്ടി നൽകിയ അടയാളങ്ങളാണ്. അതേ സമയത്ത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വലിയ സ്ഥാന ബഹുമാനം കൊടുത്തു. ഏത് സ്ഥാന ബഹുമാനം? ആഖിറത്തിലേക്ക് കാരണമാകുന്ന സ്ഥാന ബഹുമാനമല്ല. ദുനിയാവിൽ എല്ലാവരും ബഹുമാനിക്കുന്നൊരു സ്ഥാനം കൊടുത്തു. ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സർവമാന സൗകര്യങ്ങളും അല്ലാഹു കൊടുത്തു, ഒന്നും കുറച്ചിട്ടില്ല. ദുനിയാവിൽ ഒരു മനുഷ്യന് ആവശ്യത്തിലധികം അല്ലാഹു തആല സാമ്പത്തികമായ പുരോഗതി കൊടുത്തു. അതൊന്നും അംഗീകാരത്തിന്റെ തെളിവല്ല. പിന്നെയോ റബ്ബ് തആല നമ്മളെ വക്കല്ലത് ഏൽപ്പിച്ചത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരായത്താണിത്. കാരണം മുശ്രിക്കുകളുടെ കയ്യിൽ കോടിക്കണക്കിനല്ലേ അന്ന് സ്വത്തുള്ളത്. മുശ്രിക്കുകളുടെ കയ്യിൽ എത്രയാണെന്ന് സ്വത്തുള്ളത്? അതല്ലേ അല്ലാഹു തആല പറഞ്ഞു, നബിയെ വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. അവർക്കിവിടെ സുഖിക്കാനുള്ള സൗകര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തങ്ങളത് നോക്കണ്ട. കാരണം അത് നോക്കാൻ പറ്റിയൊരു സംഗതിയല്ല. അതിനേക്കാളും വലുത് തങ്ങൾക്ക് നാം തന്നിട്ടുണ്ട്. അതെന്താ? വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. തങ്ങൾക്ക് ആ തന്ന ഫാത്തിഹ സൂറത്തിന്റെ ഒരു ഹർഫിന്റെ ഒരു ഓരത്തേക്ക് എത്തൂല. അവർക്കാ കിട്ടിയ ദുന്യാവ് മൊത്തം. തങ്ങൾക്ക് നാം നൽകിയ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. അതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവർക്കാ കൊടുത്തത് വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് മുശ്രിക്കുകൾക്ക് ഇത്ര ആസ്തിയുണ്ട് എന്ന് കരുതിയിട്ട് വിഷമൊന്നും തോന്നേണ്ടതില്ല. ഇന്നും ലോകതലത്തിൽ സമ്പന്നരുടെ കൂട്ടത്തിൽ, കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ പേര് വരുന്നത് 300-ന് ശേഷമാണ്. കോടിപതികളുടെ കൂട്ടത്തിൽ വേൾഡ് തലത്തിൽ ഒരു മുസ്ലിമിന്റെ പേര് വരുന്നത് 300-ന് ശേഷമാണ്. സഹോദരങ്ങളെ, എന്താണത് അറിയിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ നൽകിയിരിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഈമാൻ കുറഞ്ഞു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് ചെറുതായി എന്ന് തോന്നിപ്പോകരുത്. ഓ നബിയേ, ദുനിയാവിന്റെ ആളുകളായി മാത്രം വസിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടക്കി ഭരിച്ച ആളുകളെ നോക്ക് നിങ്ങൾ. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദുനിയാവിനെ അടക്കി ഭരിച്ച ആളുകൾ, അതിൽപ്പെട്ട ഒരാളല്ലേ ഫിർഔൻ. എത്രമാത്രം സംവിധാനങ്ങളാ ഫിർഔൻ അല്ലാഹു തആല കൊടുത്തിരുന്നത്. വേറൊരാളല്ലേ നമ്രൂദ്. എന്തൊരു കഴിവുള്ള ആളായിരുന്നു നമ്രൂദ്. അള്ളാഹുവിനോട് മത്സരിച്ച് ഭൂമിയിൽ സ്വർഗം പണിത ആളല്ലേ ആദിന്റെ മക്കളായ ശദ്ദാദും ഷദീദും. ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി പടച്ചറബിനോട് മത്സരിച്ചിട്ട്. സ്വർഗത്തിൽ എന്താണ്? തേനിന്റെ പുഴ അല്ലേ? അപ്പോൾ ഒരു തേനിന്റെ പുഴ പോലെ ഒഴുക്കി. പിന്നെ ഒന്ന് പാലിന്റെ പുഴ ഒഴുക്കി. പിന്നെ മറ്റൊന്ന് ശുദ്ധമായ വെള്ളവും. പിന്നൊന്നുള്ളത് ഹംറല്ലേ, പിന്നെ സുലഭാണല്ലോ ഹംറിന്റെ ഒഴുക്കി. അങ്ങനെ 4 പുഴകളൊക്കെ ഒഴുക്കിയിട്ട് ഒരു 300 വർഷമെടുത്ത് ഒരു വലിയ സ്വർഗം തന്നെ ഉണ്ടാക്കി.
ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരിൽ നിന്നും മുത്തും രത്നവും സ്വീകരിച്ച് അവര് ആ മുത്തിന്റെയും രത്നത്തിന്റെയും കഷ്ണങ്ങളെ കൊണ്ടാണ് ആ ബിൽഡിങ്ങിന്റെ ചുമരുകൾ തേച്ച് ഒട്ടിച്ചു വെച്ചത്. കാരണം എന്താ അറിയോ, സ്വർഗത്തിന്റെ ചിത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ ഓരോ ചുമരുകളും അത് സ്വർണത്തിന്റെ ഇഷ്ടികകളാണ്, സ്വർണത്തിന്റെ ഇഷ്ടികകളാണ് അവിടെ. അപ്പൊ പിന്നെ ഇവിടെ കുറവാകാൻ പാടില്ല, ഇവിടെ മണ്ണിൻ്റെതായ പിന്നെ സ്വർഗം എന്നറിയും. അതുകൊണ്ട് നല്ല 1-ാം നമ്പർ മുത്തും രത്നവും ഒക്കെ വില പിടിക്കുന്നത് വാങ്ങി കഷ്ണങ്ങളാക്കി ചുമരിൽ ഒട്ടിവെച്ച് 300 വർഷം പണിപ്പെട്ടുകൊണ്ട് സ്വർഗം ഉണ്ടാക്കി. എത്ര ആസ്തി വേണം, എത്ര കഴിവ് വേണം. ആ ശദീദും ശദ്ദാദും അള്ളാഹുവിൽ വിശ്വസിച്ചവരല്ല. അള്ളാഹുവിനോട് മത്സരിക്കാൻ മാത്രം എത്രമാത്രം ആസ്തിയാണ് അവർക്കുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് സഹോദരങ്ങളെ എന്ത് നേടാൻ കഴിഞ്ഞു? എന്താണ് അവർക്ക് സംഭരിക്കാൻ കഴിഞ്ഞത്? എന്താണ് അവർക്ക് ബാക്കി വെക്കാൻ കഴിഞ്ഞത്? എത്രമാത്രം സൗകര്യങ്ങളിലാണ് ഫിറഔനും കൂട്ടരും ജീവിച്ചത്. അവരങ്ങ് മരണപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ജനത ഒന്നടങ്കം മുങ്ങിയങ്ങ് പൊങ്ങിയപ്പോൾ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ആകാശവും ഭൂമിയും അവരെ പേരിൽ കരഞ്ഞില്ല. അവരങ്ങനെ മറ്റുള്ള ആകാശവും ഭൂമിയും പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളുമല്ല. അതേ സമയത്തൊരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബക്കത്ത് അലൈഹി മുസല്ലാ. ആ മുഅ്മിൻ നിസ്കരിച്ചിരുന്ന സ്ഥലം ആ വിശ്വാസിക്ക് വേണ്ടി തേങ്ങലടിച്ച് കരയും. ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരാൾ പകരം നിസ്കരിക്കാൻ അത് ഉപയോഗിച്ചാൽ അതിന് ശാന്തത വരും. ബാപ്പ നിസ്കരിച്ചിരുന്ന മുസല്ലയില്ലേ, ഉമ്മ നിസ്കരിച്ചിരുന്ന മുസല്ലയില്ലേ, ഇന്നലെ വരെ ഈ മുസല്ലയിൽ നിസ്കരിച്ച് അള്ളാഹുവിന്റെ തസ്ബീഹും ദിക്റും കേൾപ്പിച്ചിരുന്ന ആള് ഇന്നെനിക്ക് സുജൂദ് ചെയ്യാനില്ലല്ലോ, ഇന്ന് എന്റെ മേല് ദിക്ർ ചൊല്ലാനില്ലല്ലോ. ആ നിലക്ക് കരഞ്ഞു പോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിന്ന് ഖുത്ബയോതിയിരുന്ന, ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു ഈത്തപ്പനയുടെ ഉണങ്ങിയ മട്ടിലുണ്ടായിരുന്നു മദീനത്തെ പള്ളിയിൽ. ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു കൊള്ളി, നല്ല തടിയുള്ള ഒരു കൊള്ളി. ആ കൊള്ളിയിൽ ചാരി നിന്നിട്ടാണ് തങ്ങൾ ആദ്യകാലത്ത് ഖുത്ബയോതിയിരുന്നത്. പിന്നെ നമ്മുടെ പള്ളിയിലൊക്കെയുള്ളതുപോലെ 3 പടിയും ഒരു വിശാലമായി ഇരിക്കാൻ പറ്റുന്ന മുസ്തറാഹമുള്ള പുതിയ മിമ്പർ മദീന പള്ളിയിൽ കൊണ്ടുവന്നപ്പോ ഈ ഉണങ്ങിയ നേരത്തെ ചാരി നിന്നിരുന്ന ആ മരത്തടി പള്ളിയുടെ ചെരുവിലേക്ക് മാറ്റിവെച്ചപ്പോ ബക്കത്ത് അത് കരയുന്നു. സ്വഹാബത്ത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് ആ കരച്ചിൽ കേൾക്കുന്നു. എത്രമാത്രം കരഞ്ഞു. വഹന്നത്ത് ഹനീന സ്വബിയീ, കുട്ടികൾ തേങ്ങിക്കരയും പോലെ തേങ്ങി തേങ്ങിക്കരയുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി. ആ മരത്തടിക്കും തങ്ങൾ റഹ്മത്താണ്, കരുണയാണ്, അനുഗ്രഹമാണ്. കരച്ചിലങ്ങ് കേട്ട് ശക്തിയാർജിച്ചപ്പോ സ്വഹാബത്ത് പേടിച്ചുപോയി. കരച്ചിലിന്റെ ഊക്കുകൊണ്ട് ഹത്താ കാദത്ത് തൻശഖു, ആ മരത്തടി പൊട്ടിപ്പിളർന്നു പോകുമോ എന്ന് പേടിച്ചുപോയി. തങ്ങൾ പോയിട്ട് അതിനെങ്ങനെ തലോടി. സുബ്ഹാനല്ലാഹ്, കരസ്പർശം ഏറ്റാൽ ആശ്വാസം ലഭിക്കാത്ത ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിങ്ങനെ തലോടിയപ്പോ, കുട്ടികളെ നമ്മൾ തലോടുമ്പോൾ അവരെ തേങ്ങലിങ്ങനെ ക്ഷമിക്കാറില്ലേ, അതുപോലെ കരച്ചിലങ്ങനെ ഒടുങ്ങുന്നത് സ്വഹാബത്ത് കേട്ടു. തങ്ങൾ അവരോട് പറഞ്ഞു, സ്വഹാബത്തിനോട്, ബക്കത്ത് അലാ മാ കാനത് തസ്മഉ മിനദ് ദിക്ർ, നേരത്തെ ഒരുപാട് ദിക്ർ കേട്ടിരുന്നു. ഞാൻ പറയുന്ന ഹദീസ്, ആയത്ത്, ഇൽമ് ഒക്കെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നു. ഇപ്പതിനെ മാറ്റിവെച്ചപ്പോ നഷ്ടമായല്ലോ എന്ന് കരുതി കരഞ്ഞുപോയതാണ്. നമ്മളൊക്കെ മരിച്ചിട്ടാണ് മുസല്ല കരയുന്നത്.
അതേ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ദിക്റും ഹദീസും ഇൽമും കേട്ട് സന്തോഷം കൊണ്ടിരുന്ന മരത്തടി അത് നഷ്ടപ്പെട്ടപ്പോൾ, തങ്ങളുടെ സമ്പർക്കം പോയപ്പോൾ അതിന് വന്ന സങ്കടം. ചില റിപ്പോർട്ടുകൾ കാണാം, തങ്ങൾ ചോദിച്ചു മരത്തടിയോട്, നിനക്ക് ഇനിയും ഇവിടെ എൻ്റെ കസേരയായി വർത്തിക്കണോ? അതല്ല, നാളെ സ്വർഗത്തിൽ എൻ്റെ കസേരയായാൽ മതിയോ? ജനങ്ങൾക്കും എല്ലാവർക്കും വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു മരത്തടിയായാൽ മതിയോ? അവിടെ നല്ല ഫലവൃക്ഷമായിട്ട് സ്വർഗത്തിൽ നിന്നാ മതിയോ? മരത്തടി പറഞ്ഞു, ഇവിടെ ഞാൻ അനുഭവിക്കാനും സ്പർശിക്കാനും ഏറ്റവും സന്തോഷമുള്ള ശരീരം ഞാൻ സ്പർശിച്ചു, ഏറ്റവും റാഹത്തുള്ള ശരീരം എനിക്ക് കിട്ടി, ഏറ്റവും നല്ല ദിക്റും നല്ല ഖുർആനോത്തും ഞാൻ കേട്ടു, ഏറ്റവും നല്ല ഇൽമും ഞാൻ കേട്ടു. ഇവിടെ എനിക്കതിന് ഭാഗ്യം കിട്ടി. ഇനി എനിക്ക് സ്വർഗത്തിൽ മുഅ്മിനീങ്ങളൊക്കെ വന്ന് വിശ്രമിക്കുന്ന നല്ലൊരു വൃക്ഷമായാൽ മതി. സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി മറവ് ചെയ്യൂ. ആ മരത്തടിയെ മറവ് ചെയ്യാൻ എത്രമാത്രം വലിയ ബഹുമാനമുള്ള മരത്തടിയാണത്. നാളെ സ്വർഗത്തിൽ അതിൻ്റെ ചുവട്ടിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫിർഔനെയും കൂട്ടരെയും അങ്ങ് അള്ളാഹു നശിപ്പിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒരൊറ്റ കണ്ണീർ വാർത്തില്ല. ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ ആകാശത്തിന് ദുഃഖമാണ്, ഭൂമിക്ക് വേദനയാണ്. കാരണം ആ മുഅ്മിനെ കൊണ്ട് കിട്ടിയിരുന്ന റഹ്മത്ത്, ബറക്കത്ത് ഒക്കെ നിന്നുപോയില്ലേ. അതുകൊണ്ട് ആ മുസല്ല വരെ കരയുമെന്ന് പറഞ്ഞത്. മുസല്ല വരെ കരയും. അത് ഓരോരുത്തരും ഡിഗ്രിക്കനുസരിച്ചാണ്. എല്ലാവരും ഒരേ രൂപത്തിലല്ല. എല്ലാ ചരാചരങ്ങളും അറിയുന്ന രൂപത്തിലുള്ള കരച്ചിലുണ്ട്. ജിന്നുകളൊക്കെ കരഞ്ഞില്ലേ? ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ജനങ്ങളൊക്കെ കേട്ട ശബ്ദമാണ്, ദഹബൽ ഫഖീഹു ഫലാ ഫിഖ്ഹ ലക്കും. ഫഖീഹ് പോയി, നിങ്ങൾക്ക് ഫിഖ്ഹ് ഇല്ല. ആൾക്കാരൊക്കെ നോക്കുന്നു, ആരാത് പറയുന്നു? പറയുന്ന ആളെ കാണില്ല. ജിന്നുകളുടെ അനുശോചനമാണ്, സങ്കടമാണ് അവർ പറയുന്നത്. ഏറ്റവും വലിയ പണ്ഡിതൻ പോയി, ഇനി നിങ്ങൾക്ക് ഫിഖ്ഹ് ഇല്ല, ആരാ നിങ്ങൾക്ക് ഫിഖ്ഹ് തരാൻ? കർമ്മശാസ്ത്രത്തിൽ അത്രയും വലിയ നൈപുണ്യവും കഴിവുള്ള ഒരു മഹാൻ വേറെ ഇല്ലല്ലോ ഇമാമുകളുടെ കൂട്ടത്തിൽ. അവരെ ബർക്കത്തുണ്ട്, അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അപ്പൊ ഇതൊക്കെ അനുശോചനമായി പറയും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായപ്പോ അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നത് ലക്ഷക്കണക്കിന് പച്ച പക്ഷികളാണ്. വീട്ടിൽ നിന്ന് ജനാസ എടുത്ത് ആളുകൾ ഇങ്ങനെ തെഹ്ലീലും ചൊല്ലി പള്ളിയിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. മുരീദന്മാരും ശിഷ്യന്മാരും ഖാദിമീങ്ങളും സഹവാസികളൊക്കെ. അവർക്ക് മേലെ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ പക്ഷികൾ. ആ പക്ഷികൾ ഇങ്ങനെ അകമ്പടി സേവിക്കുന്നത് കണ്ട് 15,000 ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഒരൊറ്റ ദിവസം അവരനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഓരോ മഹാന്മാർക്കും ഓരോ തരത്തിൽ അനുശോചനമുണ്ട്. അതവരുടെ ഡിഗ്രി അനുസരിച്ചാണ്. ഭൂമിയും ആകാശവും ഒക്കെ നമ്മളെ പേരിൽ ഒരിറ്റ് കണ്ണീരുറ്റിച്ചാൽ ആ ആകാശവും ഭൂമിയും ഒക്കെ അറിയുന്ന രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ടത്. നാളെ ആഖിറത്തിൽ അവരും സാക്ഷിയാകും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രയും സൗകര്യമുള്ള ഫിർഔനും കൂട്ടരൊക്കെ മുങ്ങിപ്പൊങ്ങിയതിനെ പറ്റി അള്ളാഹ് പറഞ്ഞു, ഒരിറ്റ് കണ്ണീര് വാർത്തില്ല. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര നദികളാണ് അവർ ഒഴിവാക്കിയിട്ട് പോയത്. ഉല്ലസിക്കുന്ന എത്ര ഉദ്യാനങ്ങളാണ് ബാക്കി വെച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം. എത്ര നല്ല കൃഷിയിടങ്ങൾ അവർ ഉപേക്ഷിച്ചു പോയി. സംസാരിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന എത്ര റിസോർട്ടുകൾ അവർ ഒഴിവാക്കിപ്പോയി. വൈകുന്നേരമാകുമ്പോ രാത്രിയാകുമ്പോ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടി തന്നെ ഫിർഔൻ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ വന്നങ്ങനെ സൊറ പറഞ്ഞിരിക്കും. മദ്യപാനം ഉപയോഗിച്ച് അവിടെ തന്നെ നല്ലോണം തിമിർത്താടും. ചിലര് സുബഹി വരെ അവിടെ തന്നെ കിടന്നുറങ്ങും. ഉല്ലസിക്കാൻ എത്ര കേന്ദ്രങ്ങളുണ്ടാക്കി. വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ. അവരഭിരമിച്ചിരുന്ന എത്ര സുഖവാസങ്ങൾ, എത്ര സുഖലോലുപതകൾ ഒന്നും കൊണ്ടുപോയില്ല. സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്ന ആളുകൾ എന്തു നേടി? എല്ലാം ദുനിയാവിൽ അവർ വിട്ടേച്ചു പോയി. ആ ദുനിയാവിൽ വിട്ടതുകൊണ്ട്
ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. അതേ സമയത്തൊരു മുഅ്മിനായ മനുഷ്യൻ ഉപയോഗിച്ച തസ്ബീഹ് മാല, ഉപയോഗിച്ച മുസഹഫ്, ഉപയോഗിച്ച കിണറ്, ഉപയോഗിച്ച തൊപ്പി, ഉപയോഗിച്ച ഷർട്ട്, ഉപയോഗിച്ച നിസ്കാരപ്പായ, ഇത് ബാക്കിയുള്ളവർ ഉപയോഗിക്കുമ്പോ ആഖിറത്തിലേക്ക് അല്ലാഹു വീണ്ടും വീണ്ടും കൂലി എങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ മാത്രം കിട്ടി ജീവിച്ചവർക്ക് ആഖിറത്തിലേക്ക് എന്ത് കിട്ടാനാണ്? കിടക്കുന്ന ഖബറിലേക്ക് എന്ത് കിട്ടാനാണ്? ഖാറൂന് മുതലാളിയെ കേട്ടിട്ടില്ലേ? എത്രമാത്രം വലിയ സമ്പന്നനായിരുന്നു. ഖാറൂൻ ഇങ്ങനെ പോകുമ്പോ ഖാറൂനിന്റെ യാത്ര കാണാൻ വേണ്ടി തന്നെ വഴിയോരങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരു ആബാല വൃദ്ധം ജനങ്ങൾ ഓരോ നാട്ടിലും തടിച്ചുകൂടും. കാരണം അത്രയും വലിയ നല്ല പ്രൗഢിയിലാണ് ഖാറൂൻ അങ്ങനെ പോകുക. അപ്പൊ ആ യാത്ര ഒന്ന് കാണാൻ വേണ്ടി ഒട്ടകങ്ങൾ തന്നെ, നല്ല ചമഞ്ഞണീച്ച ഒട്ടകങ്ങൾ, കുതിരകൾ, അതുപോലെ തന്നെ താക്കോല് ചുമക്കുന്ന വാഹനങ്ങൾ. അങ്ങനെ വേറൊന്നുണ്ട്. ഖജനാവിന്റെ താക്കോല് ചുമക്കുന്ന വാഹനം ഒന്നും രണ്ടും അല്ല, കൂടുതൽ പറഞ്ഞ അഭിപ്രായ പ്രകാരം 1000 എണ്ണമാണ്. 1000 വാഹനപ്പുറത്ത് താക്കോല് ചുമക്കുകയാണെങ്കിൽ ഖജനാവിലുള്ളതിന്റെ കണക്കത്ര? ഒരൊട്ടകം തന്നെ എത്ര ടണ്ണ് ഭാരം ചുമക്കും? അപ്പോൾ 100 ഒട്ടകം താക്കോല് ചുമക്കാനുണ്ടെങ്കിൽ ഖജനാവിൽ എത്ര ഉണ്ടാകും? ഇത്രമാത്രം അല്ലാഹു തആല കൊടുത്ത ആളാണ് ഹാറൂൻ മുതലാളി. അതുകൊണ്ടാണ് കണക്ക് അല്ലാഹു പറയാതെ വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് നിധിശേഖരം കൊടുത്തു. എത്ര അതിന്റെ കണക്ക്? നല്ല നല്ല ശക്തരായ വാഹനങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന താക്കോലുകളുള്ള നിധിശേഖരങ്ങൾ കൊടുത്തു. ഏറിപ്പോയ നമ്മളെ താക്കോലുകളൊക്കെ 1, 2, 3, 4, 10, 15 കഴിഞ്ഞു. ലോക്കർ സിസ്റ്റം ഒന്ന് നോക്കുമ്പോൾ അതും പിന്നെയും കട്ടി കുറഞ്ഞു പോയി. പിന്നെ അതവരൊക്കെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞു പോയി. ഇഷ്ടംപോലെ താക്കോലുകൾ ചുമക്കുന്ന ഇത്രയും നിധിശേഖരങ്ങളുള്ള ഖാറൂൻ ആ സമ്പത്ത് കൊണ്ട് എന്ത് നേടി? അവന്റെ കൊട്ടാരത്തിലായിരുന്നു ഈ കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നത്. അവനെ മാത്രമല്ല അള്ളാഹു നശിപ്പിച്ചത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെ നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയി, അവന്റെ കൊട്ടാരവും കൊണ്ടുപോയി. കാരണം പിൽക്കാലത്ത് അവന്റെ സ്വത്ത് ഉപയോഗിച്ച് ആരെങ്കിലും ഒന്ന് പഠിച്ചോനെ നീ അയാൾക്കൊന്ന് രക്ഷ കൊടുക്കുക എന്നുള്ള ചാൻസിനും കൂടി അള്ളാഹു വകുപ്പ് വരുത്തിയില്ല. ഖാറൂന് അള്ളാഹുവിൽ വിശ്വസിച്ച ആൾ തന്നെയായിരുന്നു. തൗറാത്തിൽ നല്ല പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള ആളാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, അവര് കഴിഞ്ഞാൽ ആ ഉമ്മത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ തൗറാത്ത് വായിക്കാനും പറയാനും വൈദഗ്ധ്യമുള്ള ആളായിരുന്നു ഖാറൂൻ. മൂസാ നബിന്റെ കുടുംബക്കാരനും കൂടിയല്ലേ, ഉമ്മാന്റെ സഹോദരിയുടെ മോനാണ്. ആ നിലക്ക് വലിയ ബന്ധമുണ്ട്, നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ആളാ. പക്ഷേ അള്ളാഹുവിനോട് നന്ദികേട് ചെയ്തപ്പോൾ അള്ളാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തി. ഖുർആൻ പറയുന്നു അവനെ മാത്രമല്ല അള്ളാഹ് ആഴ്ത്തിയത്, അവന്റെ കൊട്ടാരത്തെയും ആഴ്ത്തി. എന്താ കാരണം? പിൽക്കാലത്ത് ആ കൊട്ടാരത്തിലുള്ള സ്വത്ത് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഈമാനുള്ള ആള് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക അല്ലാഹ് എന്ന് പറയാൻ കൂടി ഒരു ചാൻസ് അള്ളാഹു ബാക്കി വെച്ചില്ല. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു അലിവുള്ളവനല്ലേ, റഹ്മത്തുള്ളവനല്ലേ. അപ്പൊ ആ വഴിക്കൊരു സ്വീകാര്യത ചാൻസ് അള്ളാഹു കൊടുത്തില്ല. ദുനിയാവിൽ അള്ളാഹു തആല കൊടുത്തതാണ്. എന്തിനാ അതൊക്കെ കൊടുത്തത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അതുകൊണ്ട് നബിയെ, മുശ്രിക്കുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പരീക്ഷണത്തിനാണ്. ഇതൊക്കെ തന്നില്ലേ എന്ന് നാളെ ആഖിറത്തിൽ ചോദിക്കാനാണ്. ഇഷ്ടം പോലെ കൊടുത്തിരിക്കുന്നത് അവരെ സമ്മതിച്ചുകൊണ്ടല്ല, ചിന്തിച്ച് വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്ന ആളുകളുണ്ട്. ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ടായിട്ട് ആ ഭൂസ്വത്ത് മുഴുവനും വിശ്വാസത്തിന് വിഘാതമാകുമെന്ന് കണ്ടപ്പോ ഒഴിവാക്കി വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന ആളുകളുണ്ട്. എത്രയെത്ര മഹാന്മാരുണ്ട്. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ സ്വത്ത് മക്കയിലുണ്ടായിരുന്നു. തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, മാ റഅയ്തു ബിമക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് റളിയല്ലാഹു അൻഹു പോലെ നല്ല സുഖലോലുപതനായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേറെ ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല.
അത്രയും നല്ല അടിച്ചു പൊളിച്ച് ജീവിതമായിരുന്നു. പക്ഷേ ഇസ്ലാം അങ്ങ് പുൽകിയപ്പോൾ പണക്കാരനായ ബാപ്പ ഉമൈർ സമ്പത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹു മാറ്റി നിർത്തി. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സഞ്ചരിക്കാനുള്ള വാഹനം പോലും കൊടുത്തില്ല. ഉടുത്ത ഒരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് തന്നെ പഴകിയ ഡ്രസ്സാണ്. മദീനയിലെത്തിയപ്പോൾ ആ ഡ്രസ്സ് അങ്ങനെ പല ഭാഗത്തും ഓട്ടയായി ചിന്നിച്ചിതറി പറഞ്ഞുപോയി. പള്ളിയിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദാ, ആ വരുന്ന ചെറുപ്പക്കാരനിലേക്ക് ഒന്ന് നോക്കൂ സഹാബാ, കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ വരുത്തിയ പരിവർത്തനം എങ്ങനെയാണെന്ന് നോക്കൂ. വന്നിരിക്കുന്നത് സഹോദരങ്ങളെ വസ്ത്രം ധരിച്ചല്ല, ഒരാടിന്റെ തോണ്, ആടിന്റെ തോല് അതിന്റെ ശരിയായ നിലക്കതിന്റെ കൈയൊക്കെ കയ്യിലൂടെ ഇട്ട് തുന്നിപ്പിടിപ്പിച്ച് അതിന്റെ താഴ്ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഔറത്ത് വെളിവാകാതിരിക്കാൻ അതും ധരിച്ച് പള്ളിയിലേക്ക് വന്നിരിക്കുന്നു. ജമാഅത്തിന് വന്നിരിക്കുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ പഴയ കാലം എത്രമാത്രം സുഭിക്ഷമാണ്. പക്ഷേ അത് മുഴുവനും വേണ്ടാന്ന് വെച്ചത് ഈമാനിന് വേണ്ടിയാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ തടഞ്ഞു വെച്ചു വഴിയിൽ. പറഞ്ഞു, സുഹൈബേ, നീ മക്കക്കാരനല്ല, റോമക്കാരനാണ്. ഇവിടെ വന്നിട്ടാണ് ഈ ഭൂമിയും ഈ ഈ വീടും ഈ കച്ചവടമൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ വന്നിട്ടാണ്. അതുകൊണ്ട് മദീനയിലേക്ക് പോകണമെങ്കിൽ ആ സ്വത്തൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരണം. മുശ്രിക്കുകൾ 4 ഭാഗം കൂടി പറഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ നല്ല അമ്പെയ്ത്തറിയുന്ന ആളാണ് ഞാൻ. നിങ്ങളെല്ലാവരെയും അമ്പെയ്തുകൊണ്ട് തുരത്താൻ എനിക്ക് കഴിയും. പക്ഷേ ഇപ്പൊ എന്റെ ലക്ഷ്യം അതല്ല. എന്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല മോഹം മദീനയിലെത്തലാണ്. ആർക്കൊക്കെ ആ സമ്പത്ത് വേണ്ടത് എടുത്തോളൂ. കഅബയുടെ പരിസരത്തായി ഇന്ന പർവ്വതത്തിന്റെ ഭാഗത്ത് ഇത്ര സ്ഥലമുണ്ട്, ഇത്ര തോട്ടമുണ്ട്, നിങ്ങൾ എടുത്തോളൂ. മറ്റൊരു ഭാഗത്ത് ഇത്രയുണ്ട്, നിങ്ങൾ എടുത്തോളൂ. സമ്പാദ്യങ്ങൾ മുഴുവനും അങ്ങ് കൊടുത്തു. മദീനയിലേക്ക് പോയി. കാരണം എന്റെ യാത്രക്ക് തടസ്സമാകരുത്, എന്റെ സമ്പത്ത് എന്റെ വിശ്വാസത്തിന് എതിരാകരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എന്റെ ഹിജ്റക്കത് തടസ്സമാകരുത്. മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന മഹാനവറുകളെ സ്വീകരിക്കുന്നത് റബിഹൽ ബൈഉ റബിഹൽ ബൈഉ അബാ യഹ്യാ, അബൂ യഹ്യ എന്ന് വിളിക്കുന്ന സുഹൈബ് തങ്ങളെ കച്ചവടം ലാഭിച്ചുപോയി. നിങ്ങൾ ചെയ്ത കച്ചവടം ലാഭകരമായി പോയി. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കുന്ന മഹാന്മാരുമുണ്ട്. തങ്ങളെ ഹദ്റത്തിലെത്തിയപ്പോ ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷായി. തങ്ങൾ പറഞ്ഞു, കച്ചവടം നല്ല ലാഭമുള്ള കച്ചവടമാണ്, അതിൽ മുന്തിയത്, അതിലപ്പുറത്തുള്ളത് അള്ളാഹു ആഖിറത്തിൽ തരും, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാകണ്ട. എന്നാലും മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അപ്പൊ ചിന്തിച്ചുകൊണ്ട് സമ്പത്ത് തടസ്സമാകാതെ കടന്നു വരുന്ന ആളുകളുണ്ട്. അതേ സമയത്ത് സമ്പത്ത് കൊണ്ട് നിഷേധത്തിൽ തന്നെ കഴിയുന്നവരുമുണ്ട്. ഖിയാമത്ത് നാളിൽ ആ സമ്പത്ത് അവരെ മുന്നിൽ അല്ലാഹു തആല കാണിക്കും. ഇതെല്ലാം തന്നിട്ട് നിങ്ങളെന്തേ വിശ്വസിക്കാതിരുന്നത്? ഈ ഗുണങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിട്ട് എന്തേ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞത്? നല്ലതുപോലെ ചെയ്യാതിരുന്നതെന്തേ എന്നെല്ലാം അല്ലാഹു തആല ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. നിങ്ങൾ കണ്ടോ, ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവെന്ന് പറയുന്നത് നല്ല മധുരിക്കുന്നതാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. മധുരം വേണ്ടാത്തവർക്കും മധുരത്തോട് വലിയ താല്പര്യമാണ്. എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ളതാണ്, പച്ചയും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ദുനിയാവിന്റെ ശൈലി എങ്ങനെയാണ്? നല്ലോണം ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് ആകർഷണീയതയോടെ നിൽക്കും. നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന ആകർഷണീയതയില്ല. പുറത്തു പോയാൽ നമ്മൾ കാണുന്നത്, വലിയ വലിയ രാഷ്ട്രങ്ങളിൽ പോയാൽ ദുനിയാവ് ഒന്നുകൂടി നമ്മളെ ആകർഷിക്കും. സൗകര്യങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് നമ്മളെ ക്ഷണിക്കും. സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ ക്ഷണിക്കും. ആ സംവിധാനങ്ങളൊക്കെ എനിക്കും വേണമെന്ന് ഓരോരുത്തർക്കും മോഹം തോന്നും. എല്ലാം അല്ലാഹു തആല തരുന്നത് എന്തിനാണെന്നറിയോ? വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, ദുനിയാവിൽ അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കി വെക്കുന്നു. ഫനാദിറുൻ മാദാ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നത് എന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. അല്ലാഹു നോക്കുകയാണ് എന്തെല്ലാം ചെയ്യുന്നു. ദുനിയാവ് തന്നിട്ട് നിങ്ങൾ ആ ദുനിയാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നല്ല അമല് ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ അധ്വാനിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ്. കാരണം ഇത് നിലനിൽപ്പിന്റെ ലോകമല്ല, നശ്വര ലോകമാണ്. തൊട്ടു താഴെ തന്നെ അല്ലാഹു തആല പറയുന്നു, അംഗീകരിച്ച് ഇതെന്റെ കയ്യിലാണ്, എന്റെ സൗകര്യത്തിലാണ്, എന്റേതാണ് എന്ന് പറയണമെങ്കിൽ കാലകാലം നമ്മുടെ കയ്യിൽ ഉണ്ടാകണ്ടേ. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ, ഭൂമുഖത്തുള്ളത് മുഴുവനും ഉണക്കപ്പുല്ലായി തരിശുഭൂമിയായി മാറുന്നൊരു സന്ദർഭം വരാനുണ്ട്. കെട്ടിടങ്ങളില്ല, രത്നങ്ങളില്ല, കറൻസികളില്ല, സ്വർണങ്ങളില്ല. ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ, ഉണങ്ങിയ ഭൂമി എന്നാണ് നേർക്ക് നേരാ വാക്കിന്റെ അർത്ഥം. സ്വഈദ് എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് ഒന്നുമില്ല, പരപ്പ്, മണൽ പരപ്പ് മാത്രമാണ്. ഇവിടെ പുൽപുഷ്പ